എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ മീഡിയയെ മൊത്തത്തിൽ ഉലച്ച ഒരു വാർത്തയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ ഷിംജിത മുസ്തഫയുടെ അറസ്റ്റും തുടർ നടപടികളുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസം വടകരയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഷിംജിതയെ പോലീസ് പിടികൂടിയിരുന്നു. ഇപ്പോൾ കോടതി വരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ഷിംജിതയെ ജയിലിലേക്ക് അയക്കാൻ ഉത്തരവിട്ടത്. നിലവിൽ ഇവരെ മഞ്ചേരി സബ് ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഈ കേസിന്റെ ഗൗരവം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. വെറുമൊരു ഇൻസ്റ്റഗ്രാം റീലിലൂടെ ഒരാൾക്കെതിരെ ലൈംഗികാതിക്രമ ആരോപണം ഉന്നയിക്കുക, അത് സമൂഹമധ്യത്തിൽ അയാളെ അപമാനിക്കുക എന്നതൊക്കെ എത്രത്തോളം ഭീകരമാണെന്ന് ഈ മരണം തെളിയിക്കുന്നു. ദീപക് എന്ന യുവാവ് ജീവനൊടുക്കുന്നതിനു മുൻപ് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ സൈബർ ലോകത്തെ വിചാരണയും ആൾക്കൂട്ട ആക്രമണവും താങ്ങാനാവാതെയാണ് അദ്ദേഹം ഈ കടുത്ത തീരുമാനമെടുത്തത്. ഷിംജിത മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കുറ്റത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കോടതി അത് നിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതും പ്രതിയെ പിടികൂടിയതും. പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ഷിംജിതയ്ക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണുള്ളത്. ആത്മഹത്യാ പ്രേരണാകുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം ലൈവിലൂടെയും റീലിലൂടെയും നടത്തിയ ആരോപണങ്ങൾ ദീപകിന്റെ മാനസിക നിലയെ തകർക്കാൻ ബോധപൂർവം ചെയ്തതാണോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ ജനുവരി 22 റിപ്പോർട്ടുകൾ പ്രകാരം വരും ദിവസങ്ങളിൽ ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സോഷ്യൽ മീഡിയ എന്നത് മറ്റുള്ളവരെ തകർക്കാനുള്ള ആയുധമായി ഉപയോഗിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ കേസ്. നിയമം അതിന്റെ വഴിക്ക് പോകുന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ട ഒരു ജീവൻ ഇനി തിരിച്ചുവരില്ല എന്ന യാഥാർത്ഥ്യം നമ്മെ വേദനിപ്പിക്കുന്നു. കൃത്യമായ തെളിവുകളില്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരാളെ വിചാരണ ചെയ്യുന്നത് എത്ര വലിയ പാപമാണെന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. ഈ കേസിന്റെ തുടർന്നുള്ള നിയമ നടപടികൾക്കായി നമുക്ക് കാത്തിരിക്കാം.